നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതൊരു വല്ലാത്ത കാഴ്ച തന്നെ. എൻ്റെ മുഖം, എൻ്റെ ഫുൾ ഫിഗർ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അർമാദിച്ചവർ പടമായി അങ്ങ് പുത്തരിക്കണ്ടം മൈതാനിയുടെ മൂലയിൽ കിടക്കുന്നു. പിണറായി വിജയനും ആര്യ രാജേന്ദ്രനും മന്ത്രി രാജേഷും ഒക്കെ ആ പടത്തിന്റെ കൂട്ടത്തിലുണ്ട്. ദേവേന്ദ്രൻ വിചാരിച്ചാൽ പോലും തങ്ങളുടെ ഫ്ലെക്സുകളിൽ തൊടില്ല എന്ന അഹങ്കാരമായിരുന്നു മുൻപൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക്. എന്നാൽ നട്ടെല്ലുയർത്തി ഒരു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കളത്തിലിറങ്ങിയപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമല്ല ഉദ്യോഗസ്ഥർക്കൊക്കെ മുട്ടിടിക്കുന്നു. നഗരത്തിന്റെ തെരുവോരങ്ങളിൽ കാഴ്ച മറച്ച് അഹങ്കാരത്തോടെ നിന്നിരുന്ന ഫ്ലെക്സുകളൊക്കെ ഇപ്പോൾ തൂക്കിയെടുത്ത് പടമാക്കി അങ്ങ് പുത്തരിക്കണ്ടം മൈതാനിയുടെ മൂലയിലേക്ക് വലിച്ചെറിയുകയാണ് ജീവനക്കാർ. പലവട്ടം കേരളത്തിന്റെ ഹൈക്കോടതി അനധികൃത ഫ്ലെക്സുകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോഴൊക്കെ അഹങ്കാരത്തിന്റെ വാക്കുകളാണ് ഭരണകൂടത്തിൽ നിന്ന് നമ്മൾ കേട്ടത്. എന്നാൽ കൊല്ലത്ത് കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചിന്നക്കടയിൽ PWD റെസ്റ്റ് ഹൗസിൽ വിശ്രമിക്കാനെത്തിയപ്പോഴാണ് നിരത്ത് നിറയെ ഫ്ലെക്സ് ബോർഡുകൾ അദ്ദേഹം കാണുന്നത്. ഉടൻ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി D. സാജുവിനെ വിളിച്ചു വരുത്തി. ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാത്തതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹത്തോട് പറഞ്ഞു. 2.5 ലക്ഷം രൂപ പിഴ ഈടാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 24 മണിക്കൂറിനകം ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാമെന്നായി ഉദ്യോഗസ്ഥൻ. അതുപോരാ, അരമണിക്കൂറിനുള്ളിൽ മുഴുവൻ ഫ്ലെക്സ് ബോർഡുകളും നീക്കം ചെയ്യണമെന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ്. പിന്നീട് കൊല്ലം നഗരം നടുക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. 30 മിനിറ്റിനകം ചിന്നക്കട റൗണ്ടിലെ മുഴുവൻ ഫ്ലെക്സ് ബോർഡുകളും നീക്കം ചെയ്യപ്പെട്ടു. ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് സെക്രട്ടറിയെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിളിച്ചത്. 3:15 മുഴുവൻ ഫ്ലെക്സ് ബോർഡുകളും നീക്കം ചെയ്തതായി സെക്രട്ടറി സാജു അറിയിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ സെക്രട്ടറി വിവിധ സംഘടനകൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെ നോട്ടീസ് നൽകി എന്ന് വിശദീകരിച്ചിരുന്നു. എന്നാൽ രാഷ്ട്രീയ മതസംഘടനകളൊന്നും ഇത് ചെവിക്കൊണ്ടില്ല. കാഴ്ചമറയ്ക്കുന്ന ബോർഡുകൾക്കെതിരെ ഹൈക്കോടതി ഇടപെടലുകൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ധാർഷ്ട്യത്തോടെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം ഇതിനോട് പ്രതികരിച്ചത്. 2022 CPM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പാതയോരങ്ങളിൽ കൊടിതോരണങ്ങൾ കെട്ടിയതിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകോപിപ്പിച്ചു. ചെങ്കൊടി കാണുമ്പോൾ ചിലർക്ക് ഹാലിളകുന്നത് മാടമ്പിത്തരമാണെന്നും മാടമ്പിമാരെ എങ്ങനെയാണ് നേരിട്ടത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നും അന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ചെങ്കൊടി ഏന്തിയവരാണ് ഈ നാട്ടിൽ ഭരണാധികാരികളായി വന്നത്. ആ ചെങ്കൊടിയോട് ഇപ്പോൾ ചിലർക്ക് വല്ലാത്ത അലർജിയാണ്. അവിടെ കൊടി കാണുന്നു, ഇവിടെ കൊടി കാണുന്നു എന്നൊക്കെ വല്ലാത്ത ചോദ്യങ്ങൾ ചിലർ ചോദിക്കുന്നു. അവരോടൊന്നേ പറയാനുള്ളൂ, ഇത് പണ്ട് മാടമ്പിമാർ പലരും ചോദിച്ച ചോദ്യമാണ്. ആ മാടമ്പിമാർക്ക് ഉത്തരം കൊടുത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം വളർന്നത്. ആ മാടമ്പിമാരുടെ ഏതെങ്കിലും തലത്തിലുള്ള താങ്ങും തണലും ഏറ്റു വളർന്നതല്ല ഈ പ്രസ്ഥാനം. ചോപ്പ് കാണുമ്പോൾ ഹാലിളകുന്ന കാളയുടെ അവസ്ഥയിലേക്ക് മാറുന്നത് ഗുണകരമല്ല എന്ന് അത്തരം ആളുകളും ശക്തികളും ഒക്കെ മനസ്സിലാക്കുന്നത് നല്ലത്. ഇതായിരുന്നു പിണറായി വിജയന്റെ പ്രകോപനപരമായ വാക്കുകൾ. ഇതിന് മറുപടി എന്നോണം അന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു, ആരും രാജാവാണ് എന്ന് കരുതരുത്. തന്റെ വിധികൾ മൂല്യങ്ങൾ മുൻനിർത്തിയാണ്. ആരെന്ത് വിചാരിച്ചാലും പറയാനുള്ളത് താൻ പറയുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അന്ന് പറഞ്ഞിരുന്നു. ഹൈക്കോടതി അവർക്ക് തോന്നിയത് പറയുമെന്നാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. ഇവിടെയാണ് നമ്മൾ കൊല്ലം നഗരത്തിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഇടപെടലുകളുടെ ആഴം മനസ്സിലാക്കാൻ. അദ്ദേഹം തിരുവനന്തപുരത്തേക്കൊന്ന് എത്തിയാൽ, അഥവാ ദേവൻ തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ടാൽ അപ്പോൾ പടമാകും എല്ലാമെന്ന് കൃത്യമായി കോർപ്പറേഷന് മനസ്സിലായി. മാത്രമല്ല, കൊല്ലം കോർപ്പറേഷൻ സെക്രട്ടറിക്കുണ്ടായ അനുഭവമായിരിക്കില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിക്കുക. ഇത് മനസ്സിലാക്കി കോർപ്പറേഷൻ അധികൃതർ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണർന്ന് പ്രവർത്തിച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പേടി തന്നെയാണ് ഇത്തരം നടപടികൾക്ക് പിന്നിൽ. തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ്, തമ്പാനൂർ, വഞ്ചൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഇപ്പോൾ കോർപ്പറേഷൻ അധികൃതർ വാരിക്കൂട്ടി 2 സ്ഥലങ്ങളിലായി കൊണ്ടുചെന്നിട്ടിരിക്കുന്നു. ഈ കാഴ്ച നിങ്ങളെ അമ്പരപ്പിക്കും. പട്ടികയിൽ മാത്രം നിർമ്മിച്ച ബോർഡുകളല്ല ഇവിടെയുള്ളത്. ചിലതൊക്കെ നല്ല കമ്പിയിൽ തീർത്തവ. എത്ര അഹങ്കാരത്തോടെ നഗരം മറച്ച് സിറ്റിയിൽ പല സ്ഥലങ്ങളിലായി തലയുയർത്തി നിന്നിരുന്ന വമ്പൻ രാഷ്ട്രീയ നേതാക്കളൊക്കെ അങ്ങനെ പടമായി മൈതാനത്തിന്റെ മൂലയിൽ കിടക്കുന്നു. ഇത് ജനങ്ങളുടെ വിജയമാണ്.
നീതി നടപ്പാക്കാനുള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ കീഴടങ്ങിയ ഭരണകൂടത്തിന്റെ വീഴ്ചയാണ്. കൃത്യമായ നടപടികൾ കോർപ്പറേഷൻ അധികൃതർക്കെതിരെ ഉണ്ടാകും എന്ന ഭയം തന്നെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഇത്തരം നടപടികൾക്ക് അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അനുമതിയില്ലാതെ ഒരൊറ്റ ബോർഡ് പോലും നഗരത്തിലില്ല എന്നുറപ്പിക്കാനുള്ള മത്സരപ്പാച്ചിലാണ് ഒരു വശത്ത് നമ്മൾ കാണുന്നത്. ജീവനക്കാരൊക്കെ ബോർഡും പെറുക്കി വാഹനങ്ങളിൽ വാരിക്കൂട്ടിയിട്ട് നേരെ പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് പായുന്നു. റവന്യൂ ഇൻസ്പെക്ടർമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഓവർസിയർമാരും സാനിറ്ററി വർക്കർമാരും ഒക്കെ അടങ്ങുന്ന പ്രത്യേക സംഘമാണ് ഇപ്പോൾ ബോർഡ് പെറുക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. കൊല്ലത്തേതുപോലെ എപ്പോൾ വേണമെങ്കിലും തിരുവനന്തപുരത്തും ദേവൻ പ്രത്യക്ഷപ്പെടും. തലസ്ഥാനത്തെ പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളൊക്കെ നിലംപൊത്തി വീഴുന്ന കാഴ്ച. ഇപ്പോൾ ജനങ്ങൾ മാത്രമല്ല, ബോർഡുകൾ വലിച്ചു കീറുന്ന ജീവനക്കാർ പോലും ഇത് ആഘോഷമാക്കുന്നു. പിണറായി വിജയന്റെ ഫ്ലെക്സുകളൊക്കെ വലിച്ചു കീറുമ്പോൾ ജീവനക്കാരുടെ മുഖത്തും ഒരു സംതൃപ്തി. തങ്ങളെ കൊണ്ട് ഇത്രയെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നല്ലോ, അതിൽ രാഷ്ട്രീയമില്ല. നഗരത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് അഴിച്ചുമാറ്റുന്ന അനധികൃത ബോർഡുകൾ കോർപ്പറേഷൻ വാഹനങ്ങളിൽ ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ ഒരു ഭാഗത്തും ആറ്റുകാലിലെ സ്വകാര്യ ഭൂമിയിലുമാണ് നിക്ഷേപിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമൊക്കെ ആശ്വാസം പകരുന്നത് പ്രധാനമന്ത്രിയുടേതടക്കം ഫ്ലെക്സ് ബോർഡുകൾ ഈ വാരിക്കൂട്ടിയവയിൽപ്പെടുന്നു. അതിൽ CPM മാത്രമല്ല BJP നേതാക്കളുടെയും ഫ്ലെക്സുകളുണ്ട്. എന്നാൽ കോർപ്പറേഷൻ ജീവനക്കാർക്ക് ഇരട്ടി ആനന്ദമാണ്. കോർപ്പറേഷൻ അടക്കി ഭരിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ നിരവധി ഫ്ലെക്സുകൾ ഇക്കൂട്ടത്തിലുണ്ട് എന്നത് തന്നെ അവർക്ക് കൂടുതൽ സന്തോഷം പകരുന്നു. ചില ഫ്ലെക്സ് ബോർഡുകളൊക്കെ ലോറിയിലേക്ക് വാരിക്കൂട്ടി ചവിട്ടി ഒതുക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കാണുന്നു. അത്രയേറെ ആഹ്ലാദ തിമിർപ്പിലാണ് ജനങ്ങളും ജീവനക്കാരും. മുകളിലുള്ളവർ പറയുന്ന പടി തങ്ങൾ ചെയ്യുന്നു. ഈ ബോർഡുകൾ പ്രധാനമന്ത്രിയുടേതാണോ മുഖ്യമന്ത്രിയുടേതാണോ എന്നൊന്നും ഞങ്ങൾ നോക്കുന്നില്ല എന്ന ജീവനക്കാരുടെ വിശദീകരണം. പണി ഇരന്നുവാകാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് കോർപ്പറേഷൻ അധികൃതർ. ഉദ്യോഗസ്ഥരാണ്, ഞങ്ങൾക്ക് ശമ്പളവും പെൻഷനുമൊക്കെ ലഭിച്ചാലേ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ കഴിയൂ എന്ന ഉദ്യോഗസ്ഥരുടെ നിസ്സഹായ അവസ്ഥ. എല്ലാറ്റിനും ഒരൊറ്റ കാരണം മാത്രം, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഇപ്പോൾ ധൃതി പിടിച്ച് ഈ ബോർഡുകളൊക്കെ വലിച്ചു മാറ്റിയാലും ഭാവിയിൽ ഇത്തരം ബോർഡുകൾ വീണ്ടും നഗരത്തിൽ ഇടം പിടിക്കുമോ എന്ന ഭയം നഗരവാസികൾക്കുണ്ട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. നേരെ ചൊവ്വെ നിരത്തിന്റെ സൈഡിലൂടെ ഫുട്പാത്തിൽ ഒന്ന് സ്വൈര്യമായി നടക്കാൻ പോലും ആളുകൾക്ക് കഴിഞ്ഞിരുന്നില്ല. മിക്കവാറും ഭാഗങ്ങളിൽ ഇത്തരം ബോർഡുകൾ കൊണ്ട് കാഴ്ചകൾ പറയും. റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നത്. മുടി വെട്ടിയൊരുക്കിയതുപോലെ നഗരം സുന്ദരമായി എന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അവരുടെ വിശേഷണങ്ങളിൽ ഒത്തിരി വസ്തുതയുണ്ട്. നഗരം അലങ്കോലമാക്കിയിരുന്ന അനധികൃത ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളുമൊക്കെ വലിച്ചു കീറി അങ്ങ് മൂലക്കിട്ടപ്പോൾ എന്തൊരാശ്വാസം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലടക്കം എപ്പോഴും പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവുമധികം ഫ്ലെക്സ് ശാപം ഏറ്റുവാങ്ങുന്നതും ഈ നഗരവാസികളാണ്. ചിലപ്പോൾ മ്യൂസിയം ജംഗ്ഷനിൽ നിന്നോ മറ്റ് ചിലപ്പോൾ വെള്ളയമ്പലം സ്ക്വയറിൽ നിന്നോ ഒക്കെയുള്ള പ്രതിഷേധ യാത്രകൾ. ഈ യാത്രകളിൽ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ മാത്രമല്ല, ബാനറുകളും പ്ലക്കാർഡുകളുമൊക്കെ അവർ നിരത്തിലേക്ക് വലിച്ചെറിയും. മിക്ക ജംഗ്ഷനുകളും ട്രേഡ് യൂണിയനുകൾ കൈയടക്കി വെച്ചിരിക്കുന്നു. അവർ വിശ്രമകേന്ദ്രങ്ങളായി ഉപയോഗിക്കുന്നത് നമ്മുടെ നിരത്തിലുള്ള ഫുട്പാത്തുകൾ തന്നെയാണ്. അത്തരം ഇടങ്ങളിലേക്കും അനധികൃത തട്ടുകടകളിലേക്കും ഇനി കൂടുതൽ നടപടികൾ വ്യാപിപ്പിക്കുമെന്ന സൂചനയാണ് കോർപ്പറേഷൻ നൽകുന്നത്. സ്റ്റാച്യു ജംഗ്ഷനിൽ കാഴ്ചമറച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ ഒരു സ്ഥിരം തലവേദന തന്നെയായിരുന്നു നഗരവാസികൾക്ക്. ഇതൊക്കെ വലിയ അനുഗ്രഹമായി എന്ന് കോർപ്പറേഷൻ ജീവനക്കാർ പറയുന്നു. ഞങ്ങൾ ജീവനക്കാർക്ക് എന്ത് ചെയ്യാനാണ്? കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പോലും അനധികൃത ബോർഡുകളെ തൊടാൻ കഴിയില്ല. കാരണം അതൊക്കെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളുടേതാണ്, പലപ്പോഴും ഭരണാധികാരികളുടേത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഫുട്പാത്തിലാണ് ഏറ്റവും വലിയ അനീതി അരങ്ങേറിയിരുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിനംപ്രതി എന്നോണം നടക്കുന്ന പ്രതിഷേധ സമരങ്ങൾ. സമരത്തിനെത്തുന്നവർ ആദ്യം ഫ്ലെക്സ് ബോർഡും ബാനറുകളുമൊക്കെ അവിടെ നീട്ടി വലിച്ച് കെട്ടിവെക്കും. ഈ പ്രകടനവും പ്രതിഷേധവും കഴിഞ്ഞ് മടങ്ങിയാലും ഇതൊന്നും എടുത്തു മാറ്റാൻ ഇവർ മെനക്കെടാറില്ല. ഒരുപാട് കടലാസ് സംഘടനകൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തും. അവർക്കൊക്കെ ഒരേ ഒരു ലക്ഷ്യം മാത്രം, പ്രതിഷേധ സമരമെന്ന പേരിൽ ഒരു 4 ഫോട്ടോയും കുറച്ച് വീഡിയോ ദൃശ്യങ്ങളും. മുമ്പൊക്കെ പലപ്പോഴും ഹൈക്കോടതി വിധി പറഞ്ഞിട്ടും പോലീസ് നോക്കുകുത്തികളായി നോക്കി നിന്നതേയുള്ളൂ.
എന്നാൽ കാലം മാറി എന്ന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നു. നട്ടെല്ലുള്ള ഒരൊറ്റ ജസ്റ്റിസ് മതി ഈ നാട് രക്ഷപ്പെടുത്താൻ എന്ന സന്ദേശമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേരളത്തിന് നൽകുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇപ്പോൾ വാരിക്കൂട്ടിയ അനധികൃത ഫ്ലെക്സുകളുടെയും ബാനറുകളുടെയും ഒക്കെ വലിയ ശേഖരമാണ് പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ ഒരു ഭാഗത്ത്. ആറ്റുകാലിലെ ഒരു പ്രത്യേക ഭാഗത്തും ഫ്ലെക്സുകൾ കൂട്ടമായി വലിച്ചിട്ടിരിക്കുന്നു. ഈ മാലിന്യം എങ്ങനെ സംസ്കരിക്കുമെന്നറിയാതെ കുഴയുകയാണ് കോർപ്പറേഷൻ അധികൃതർ. ടൺ കണക്കിന് മാലിന്യമാണ് ഇത്തരത്തിൽ ഓരോ ദിവസവും വന്നു ചേരുന്നത്. ഇവയൊന്നും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. സംസ്കരിക്കാൻ ശാസ്ത്രീയ മാർഗങ്ങളും കോർപ്പറേഷന് മുന്നിലില്ല. അജൈവ മാലിന്യം ശേഖരിക്കുന്ന ക്ലീൻ കേരള കമ്പനി പോലും ഫ്ലെക്സ് ബോർഡുകളോ ബാനറുകളോ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പിടിച്ചെടുത്ത ബോർഡുകളും ബാനറുകളുമൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴയുകയാണ് അധികൃതർ. പൊതുസ്ഥലങ്ങളിൽ ഇനി അനധികൃത ബോർഡുകൾ ഉണ്ടാകരുത്, അതിനുമേൽ കനത്ത പിഴ ചുമത്തണമെന്നും അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കഴിഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഉടനടി FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസിനും നിർദ്ദേശം നൽകിയിരിക്കുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. വീഴ്ച വരുത്തിയാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉത്തരവാദിയാകും. വേണ്ട നിർദ്ദേശങ്ങൾ നൽകി സംസ്ഥാന പോലീസ് മേധാവി 7 ദിവസത്തിനുള്ളിൽ സർക്കുലർ പുറപ്പെടുവിക്കണം. ഇത് സംബന്ധിച്ച് സർക്കാർ പുറപ്പെടുവിച്ച സർക്കുലർ തുടർന്നും ബാധകമാണ് എന്ന് കോടതി വ്യക്തമാക്കുന്നു. അതെ, കേരളം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റി എന്ന് നമുക്ക് തീർത്ത് പറയാം. ഇതാണ് നീതി നടപ്പാക്കൽ. നട്ടെല്ലുള്ള ഒരു ജസ്റ്റിസിന് മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുന്ന ഭരണകൂടം. അതെ, അനധികൃതമായതൊന്നും കേരളത്തിൽ അനുവദിക്കേണ്ടതില്ല. സബാഷ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.